ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. കൂട്ടാളികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾക്കൊക്കെ അവൾ തനിച്ചാണ് പോകുന്നത്. അവളുടെ അങ്ങനെ ഒരു യാത്ര, അവിടെയാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആകേണ്ടത്. ഗൗതം അങ്ങനെ അവൻ്റെ കൂട്ടാളികളോട് പറയുമ്പോൾ അതിലൊരുത്തൻ പറയുന്നു, അപ്പോൾ തീർത്തേക്കണം, തീർക്കുക തന്നെ ചെയ്യണം, ഒരു പിഴവും പറ്റരുത് എന്നും പറഞ്ഞ് ഗൗതം അവൻ്റെ കൂട്ടാളികളായ ഗുണ്ടകളെയും കൊണ്ട് അവൻ്റെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. ഈ സമയം ആരതി വർമ്മ അവളുടെ സീനിയേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. CI നമ്മളോടൊരു വെല്ലുവിളി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി അയാളെ കൊണ്ടാകുന്ന എല്ലാ പണികളും അയാൾ ചെയ്തിരിക്കും. അത് കേട്ടിട്ട് പ്രമോദ് പറയുന്നു, മാഡം, അതിന് അയാൾ കണ്ടെത്തിയ തെളിവുകളെയെല്ലാം മറികടന്ന് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയതല്ലേ എല്ലാം. അത് ശരിയാണ് പ്രമോദ്, ആ തെളിവുകളെല്ലാം കോടതിക്ക് മാത്രമല്ല CIക്കും അറിയാം. അത് തിരിച്ചു മറിക്കാനാണ് അയാളുടെ ശ്രമം. പ്രിയങ്കയെ ആരാണ് കൊന്നതെന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരവില്ല. ചന്ദ്രശേഖരൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ CIയും അതിന് കൂട്ടുനിന്നിട്ടുണ്ടാകാം. ചന്ദ്രശേഖരന്റെ മകൻ ഗൗതമുണ്ടല്ലോ, അവൻ ചിലപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കിയിട്ടും ഉണ്ടാവാം. ഇതൊക്കെ വെറും കണക്കുകൂട്ടലുകൾ മാത്രമാണ്. പക്ഷേ കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ കൃത്യമായ എവിഡൻസ് വേണം. ഇനി രക്ഷപ്പെടാൻ ഒരു അവസരം പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല. പ്രമോദ് ആ കൊലപാതകം നടന്ന ഏരിയയിലൊന്ന് പോകണം. അവിടുന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഡീറ്റെയിൽസ് എടുക്കണം. ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് പ്രിയങ്ക കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം അവിടെ ഒരു നാടോടി സംഘം ഉണ്ടായിരുന്നു. അവർക്ക് ഈ പ്രിയങ്ക കൊലക്കേസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നറിയില്ല. അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ നാടോടി സംഘം എങ്ങോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കണം. അത് ഓക്കെ മാഡം എന്ന് പ്രമോദ് പറയുന്നുണ്ട്. ആരതി ശ്വേതയോട് പറഞ്ഞു, ശ്വേത, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ ഓഫീസിൽ വരെ ഒന്ന് പോകണം. കേസിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയതുകൊണ്ട് സ്വാഭാവികമായും അയാൾക്ക് ചന്ദ്രശേഖരനോട് വൈരാഗ്യം ഉണ്ടാകാം. അയാളിൽ നിന്നും എന്തെങ്കിലും നമുക്ക് വീണ് കിട്ടുമോ എന്നും കൂടെ നോക്കാം. അതിനെന്താ മാഡം, ഓക്കെ എന്ന് ശ്വേത പറയുമ്പോൾ ആരതി പറയുവാണ്, ഈവനിങ് 5:30 നമ്മൾ മീറ്റ് ചെയ്യുന്നു. എനിക്കിനി പേഴ്സണലായിട്ട് ഒരാളെ കാണാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ. പ്രമോദ് പറയുക, അയ്യോ മാഡം, തനിച്ചൊരു യാത്ര. അത് കേട്ടിട്ട് ആരതി പ്രമോദിനോട് പറയുക, ഭീഷണി എപ്പോഴും അന്തരീക്ഷത്തിലുണ്ടല്ലോ പ്രമോദെ, അതിനൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുത്താലേ നമ്മുടെ പ്രവർത്തനങ്ങളെ അതൊക്കെ ബാധിക്കും. അതുകൊണ്ട് ലീവ് ഇറ്റ്. മൂർച്ചയുള്ളതിനെ പ്രതിരോധിച്ചാൽ നമ്മുടെ മൂർച്ച കൂടും. അങ്ങനെ ആരതി പ്രമോദിന്റെ കയ്യിൽ നിന്നും കീ വാങ്ങി ആ ബൈക്കിൽ കയറി അങ്ങ് പോവുകയാണ്. ആരതിയുടെ ജൂനിയേഴ്സിൽ ഒരാൾ പറയുന്നു, മേഡത്തിന് ഈ ഭൂമിയിൽ ഒരാളെ പോലും പേടിയില്ല. അത് കേട്ടിട്ട് പ്രമോദ് പറയാം, അങ്ങനെയും ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥ മുഴുവൻ പുഴുവരിച്ചു പോകും. ഈ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ തന്ത്രിയും യശോദയും കൂടെ കണിമംഗലത്തിലോട്ട് വരികയാണ്. അവരങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ വരികയാണ്. ജയഭാരതി അമ്മയും സൂര്യയും വരുന്നു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജയഭാരതി തന്ത്രിയെയും യശോദയും അകത്തോട്ട് ക്ഷണിക്കുവാണ്. തന്ത്രി ചോദിക്കുന്ന, എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? എല്ലാവരും ഉണ്ടെന്ന് ജയഭാരതി അമ്മയും പറയുന്നുണ്ട്. അത് കേട്ട് സന്തോഷത്തോടുകൂടി തന്ത്രിയും യശോദയും അവരോടൊപ്പം അകത്തോട്ട് വരുവാണ്. അകത്തോട്ട് കയറി വരുന്ന തന്ത്രിയെയും യശോദയും ജയഭാരതി അമ്മ ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇരുന്നതിന് ശേഷം അങ്ങോട്ടൊന്ന് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് വന്നിട്ട് പരസ്പരം എന്തു പറയാനാ? ജയഭാരതി അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ യശോദ പറയുന്നുണ്ട്, പതുക്കെ പതുക്കെ എല്ലാം മറക്കാൻ ശ്രമിക്കുവാണ്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അത് കേട്ടിട്ട് സൂര്യ പറയുക, പ്രിയങ്കയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങത് പറഞ്ഞാൽ മതി. വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് തന്ത്രി പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമേശ്വരനും പത്മിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. നമസ്തേ എന്നും പറഞ്ഞ് തന്ത്രിയും യശോദയും എഴുന്നേൽക്കുമ്പോൾ തിരിച്ച് പരമേശ്വരനും നമസ്കാരവും ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കുവാണ്. തിരുമേനി ഇരുന്നാട്ടെ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ തിരുമേനിയും യശോദയും ഇരിക്കുന്നുണ്ട്. സങ്കടത്തോടെ പരമേശ്വരൻ തന്ത്രിയോട് പറയുന്നു, ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഖേദം പറയേണ്ടതെന്ന് അറിയില്ല തിരുമേനി. വിധിയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ദൈവഹിതമായിട്ട് നമുക്കിതിനെ കാണാം. അത് കേട്ടിട്ട് തന്ത്രിയും പറയുന്നു, അതെ, ഓർമ്മ വെച്ച നാളു മുതൽ ദൈവനാമമാണ് എൻ്റെ നാവില്. അതിന് ഇതുവരെയും ഒരു കടുകിട വ്യത്യാസം പോലും വന്നിട്ടില്ല. ദൈവനിശ്ചയം മറികടക്കാൻ നമുക്കാവില്ലല്ലോ. പോയവര് പോയി, ഇനി ബാക്കിയുള്ളവർക്കും ജീവിച്ചല്ലേ പറ്റൂ. ഈ സമയം ഉർവശിയും കൽപ്പനയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഉർവശി വന്നിട്ട് ഉർവശിയുടെ വക ഒരു കമൻറ്റ് പോലെ പറയുവാണ്, സാധാരണ മരണം നടന്നാൽ തിരുമേനിയുടെ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ലല്ലോ. ഉർവശിയുടെ ഈ വിഡ്ഢിത്തരം കേട്ടിട്ട് ജയഭാരതി അമ്മയ്ക്ക് ദേഷ്യം വരുക. ജയഭാരതി അമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ ഉർവശിയെ നോക്കുന്നുണ്ട്. മറ്റുള്ളവർക്കും അതുപോലെ ദേഷ്യം തോന്നുന്നുണ്ട്. അവരും എല്ലാവരും ഇങ്ങനെ ഉർവശിയെ തന്നെ നോക്കുവാണ്. വിഷമത്തോടുകൂടി തന്ത്രി പറയുന്നു, വരേണ്ടി വന്നു, അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പത്മിനി ഒന്നും മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് യശോദ ചോദിക്കുന്നു, എന്താ പത്മിനി ഒന്നും മിണ്ടാത്തത്? അപ്പോൾ വരുൺ പത്മിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് തന്നെ നല്ല അവസരമെന്ന് കരുതി കൽപ്പന പറയാ, അമ്മയ്ക്ക് പ്രിയങ്കയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബാക്കി എല്ലാവരും പ്രിയങ്കയെ മറന്നാലും അമ്മയ്ക്ക് അവളെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കേട്ടിട്ട് തന്ത്രി പറയാ, എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്.
വരുണിന്റെ വിവാഹ ദിവസം വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഒരു അബദ്ധം പറ്റിയിരുന്നു. അതെന്താണെന്ന് ഇപ്പൊ ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പ്രിയങ്കയെ വരുണിനൊപ്പം ഇങ്ങോട്ട് അയക്കില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, മനുഷ്യ സഹജമായ ചില സ്വാർത്ഥതകൾ. അതിലെന്റെ ഭാര്യയും എൻ്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുവാണ്. തന്ത്രി അങ്ങനെ പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറയുന്നു, ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല തിരുമേനി. പക്ഷേ പിന്നീട് പതുക്കെ പതുക്കെ യാഥാർത്ഥ്യം അതാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ആളുകളുടെ മുന്നിൽ പ്രിയങ്കയും വരുണും ഭാര്യാഭർത്താക്കന്മാരായി പോയില്ലേ, പിന്നെ അതുകൊണ്ട് അങ്ങ് തുടരട്ടെ എന്നങ്ങ് തീരുമാനിക്കുകയായിരുന്നു. തന്ത്രി പറയുവാണ്, എൻ്റെ മകൾ രാധികയെ ആത്മാർത്ഥമായി ഒരാൾ സ്നേഹിച്ചു. എന്നാൽ അത് എൻ്റെ മകൾക്കോ അങ്ങയുടെ മകനോ തുറന്നു പറയാനൊട്ട് കഴിഞ്ഞതുമില്ല. അതിനിടയിൽ പിന്നെ സംഭവിച്ചത് മുഴുക്ക അബദ്ധങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഞാൻ വന്നത് അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ്. മോനെ, അച്ഛന് ചെയ്യാൻ കഴിയുന്നത് അച്ഛൻ ചെയ്തു. ഇതിവിടെ ഇവരെ അറിയിക്കാനുള്ളതും ഞാൻ അറിയിച്ചു. ഇനി എല്ലാം മോൻ്റെ കുടുംബം തീരുമാനിക്കട്ടെ. അത് കേട്ടപ്പോൾ ഉടനെ കൽപ്പന പറയുക, അല്ല, പ്രിയങ്കയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയില്ലല്ലോ. പ്രിയങ്ക ആരാ കൊന്നത് എന്നതിനൊരു ഉത്തരവുമില്ല. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ. അത് കേട്ടിട്ട് വരുണിനും ജയഭാരതിയമ്മയ്ക്കും ദേഷ്യം വരുവാണ്. പരമേശ്വരനും സൂര്യയും ദേഷ്യത്തോടെ ഇങ്ങനെ കൽപ്പനയെ നോക്കുവാണ്. ദേഷ്യത്തോടെ ജയഭാരതിയമ്മ പറയുന്നത്, കൽപ്പനയൊന്നും മിണ്ടാതിരിക്കുക. ഇവിടെ ഇപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാലേ അത് ദേവനാരായണൻ തിരുമേനിയും പരമേശ്വരനും കൂടെ അങ്ങ് തീരുമാനിച്ചോളൂ. പരമേശ്വര, എന്താ നിന്റെ തീരുമാനം? ജയഭാരതിയമ്മ അങ്ങനെ പരമേശ്വരനോട് ചോദിച്ചപ്പോൾ മറ്റെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ പരമേശ്വരനെ തന്നെ നോക്കുവാണ്. പരമേശ്വരൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. ഈ സമയം നമ്മുടെ രാധിക പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയാ ഈ സങ്കടത്തിലും എൻ്റെ അച്ഛനും അമ്മയും കണിമംഗലത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനിയും ഒരു തടസ്സവും ഉണ്ടാവരുത്. ഈ സമയം ജയഭാരതിയമ്മ പരമേശ്വരനോട് ചോദിക്കുന്നു, പരമേശ്വര, നിന്നോട് ചോദിച്ചത് നീ കേട്ടില്ലയോ? പരമേശ്വരൻ അപ്പോൾ പത്മിനിയെ ഒന്ന് നോക്കുന്നുണ്ട്. പത്മിനി ആ സമയത്ത് പരമേശ്വരനെ നോക്കിയിട്ട് കുനിഞ്ഞു നിൽക്കുവാണ്. ഇതൊക്കെ കണ്ട് വരുൺ ആകെ ടെൻഷനിൽ നിൽക്കുവാണ്. ഇവിടെ ഈ ചർച്ചയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ രാധിക ഭഗവാന്റെ മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ദേഷ്യത്തോടുകൂടി സുകുമാരിയമ്മ ആ പൂജാമുറിയുടെ അടുത്തോട്ട് വന്ന് രാധികയെ ഒന്ന് നോക്കുവാണ്. ഇപ്പം ശരിയാക്കി തരാവടി എന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് അകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ സുകുമാരിയമ്മയുടെ കാലവിടെ അങ്ങ് ഇടിക്കുവാണ്. കാലവിടെ പടിക്കിടിച്ചതുകൊണ്ട് സുകുമാരിയമ്മയ്ക്ക് വേദന കൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. സുകുമാരിയമ്മ പെട്ടെന്ന് വാ പൊത്തി പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. വാതിൽപ്പടിയിൽ കാലിടിച്ച വേദന സഹിക്കാൻ വയ്യ. ദേഷ്യത്തോടെ സുകുമാരിയമ്മ കാല് തടയിക്കൊണ്ട് രാധികയെ ഒന്ന് നോക്കിയിട്ടങ്ങ് പോവുകയാണ്. പക്ഷെ ഇതൊന്നും രാധിക കാണുന്നില്ല. പരമേശ്വരൻ വീണ്ടും പത്മിനിയെ നോക്കുവാണ്. അപ്പോൾ പത്മിനി പറയുന്നു, ഞാൻ ഈ കുടുംബത്തിൽ വന്നതിൽ പിന്നെ എൻ്റെ ഭർത്താവ് പറയുന്ന ഒരു തീരുമാനത്തെ ഞാൻ എതിർത്തിട്ടില്ല. ഈ കണിമംഗലത്ത് അങ്ങനൊരു ശീലവും ഇല്ല. അത് കേട്ടിട്ട് കൽപ്പന പറയാ, അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞോമ്മേ. അത് കേട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. എല്ലാവരും ദേഷ്യത്തോടെ കൽപ്പനയെ ഉർവശിയെ ഇങ്ങനെ നോക്കുവാണ്. കൽപ്പനയുടെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് പരമേശ്വരൻ പറയുക, വേണ്ട മോളെ, അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തണം. അതാണ് അതിൻ്റെ കീഴ്വഴക്കം. എൻ്റെ മകനെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാതിരിക്കുമ്പോഴായിരുന്നു. പക്ഷേ എല്ലാത്തിൽ നിന്നും കുറ്റവിമുക്തരായിരിക്കുന്ന ഇവരെ ഇനി അകറ്റി നിർത്താൻ പറ്റില്ല. എല്ലാം ഇനി ചടങ്ങ് പോലെ തന്നെ നടക്കട്ടെ. പരമേശ്വരൻ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ കൽപ്പനയും ഉർവശിയും മാത്രം വലിയ ദേഷ്യത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. പരമേശ്വരൻ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം ആറ്റുവാശ്ശേരിയിലേക്ക് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. എന്താ അത് പോരെ എന്നിങ്ങനെ പരമേശ്വരൻ പറഞ്ഞു കഴിയുമ്പോൾ കൈകൂപ്പി തന്ത്രി പറയുന്നു, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എന്നെയും യശോദയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇനി ഒരു കരുതലേ ഉള്ളൂ. ഞങ്ങളുടെ രാധിക മോള്, അവളെങ്കിലും സുരക്ഷിതമായിരിക്കണം. അത് കേട്ട് പരമേശ്വരൻ വരുണിനെ നോക്കുമ്പോൾ വരുൺ സന്തോഷത്തോടെ ജയഭാരതിയമ്മയെ നോക്കുവാണ്. ജയഭാരതിയമ്മയ്ക്ക് ഇതിൽ കൂടുതലൊരു സന്തോഷമില്ല. ജയഭാരതിയമ്മ വളരെ സന്തോഷത്തോടുകൂടി തന്നെ വരുണിനെ നോക്കി ചിരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് വരുൺ ഗാർഡനിലോട്ട് വന്ന് ജയഭാരതിയമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് നെറുകയിൽ ഉമ്മ കൊടുക്കുവാണ്. അങ്ങനെ മുത്തമൊക്കെ കൊടുത്തിട്ട് ജയഭാരതിയമ്മയെ നോക്കി ചിരിക്കുവാണ്. ഒരു കളിയാക്കൽ പോലെ ജയഭാരതിയമ്മ ചിരിച്ചോണ്ട് ചോദിക്കും, ഇതെന്താടാ? അതെൻ്റെ മുത്തശ്ശിക്ക് അറിയില്ലേ, സന്തോഷം സഹിക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് എൻ്റെ മുത്തശ്ശിക്ക് ഞാൻ പ്രസന്റ് വാങ്ങി തരുന്നുണ്ട്. അതെ, ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാനും രാധികയും കൂടി ഒന്നിച്ച് എൻ്റെ മുത്തശ്ശിയുടെ കയ്യിലോട്ട് അങ്ങോട്ട് വെച്ച് തരും. ജയഭാരതിയമ്മ പറയുക, ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് വല്ലപ്പോഴും സന്തോഷിക്കാനൊരവസരം കിട്ടുന്നത്. കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ നിന്റെ മുത്തശ്ശി ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് മോനെ ഇന്ന്. അതല്ല എനിക്കറിയാം മുത്തശ്ശി, എന്നാലേ എനിക്ക് ഈ സന്തോഷം രാധിക ഒന്ന് വിളിച്ചറിയിക്കണമെന്നുണ്ട്. ഞാൻ അയാളെ ഒന്ന് വിളിച്ചോട്ടെ മുത്തശ്ശി. അത് കേട്ടിട്ട് ജയഭാരതിയമ്മ പറയുന്നു, വേണ്ട. അയ്യോ, അതെന്താ മുത്തശ്ശി എന്ന് വരുൺ ചോദിക്കുമ്പോൾ, എടാ മോനെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെയാണോ പറയുന്നത്? നേരിട്ട് ചെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയണം.
സത്യത്തിൽ അങ്ങനെയൊക്കെയാ മുത്തശ്ശി വേണ്ടത്. അപ്പോഴയാളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ പോകും? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പുറകിനങ്ങ് എത്തുകയും ചെയ്യും. പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അത് ശരിയല്ല. അത് കേട്ടിട്ട് ജയഭാരതി അമ്മ ചിരിച്ചോണ്ട് പറയുക, എത്ര പെട്ടെന്നാ എൻ്റെ കുഞ്ഞ് മര്യാദക്കാരനായത്. എന്നാൽ എൻ്റെ മോനൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തോണ്ട് നീ ഇവിടുന്ന് പോയിക്കോ. ദേവനാരായണനും യശോദ ഇവിടുന്ന് ഇറങ്ങാൻ താമസം ഉണ്ടാക്കിയാൽ പോരെ? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കള. സത്യമാണോ മുത്തശ്ശി? നിന്റെയൊക്കെ കൂടെ നിന്ന് ഇത്രയൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇത്രയും കൂടെ ചെയ്തു തരുന്നതിൽ എന്താ കുഴപ്പം? പിന്നെ മോനവിടെ ചെല്ലുമ്പോൾ സുകുമാരിയമ്മ അവിടെ കാണും, വളരെ സൂക്ഷിച്ചോണം. വരുൺ പറയാം, അവർ കണ്ടാൽ എന്താ ഇപ്പോൾ കുഴപ്പം, അങ്ങ് കൊന്നു കളഞ്ഞാലോ? വരുൺ അങ്ങനെ പറഞ്ഞത് കേട്ട് ജയഭാരതിയമ്മ പറയും, ഒന്നടങ്ങടാ, ഒരു കൊലക്കുറ്റത്തിലൊന്നേ രണ്ടാളും ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ആ സുകുമാരിയമ്മയുടെ കാര്യം, സുകുമാരിയമ്മയെ കണ്ടാൽ നീ ഒന്നും പറയാൻ പോകണ്ട. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ അത് നിന്റെ പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. ഇത്തിരി തൻ്റെ ഇടവും ചങ്കൂറ്റും ഒക്കെ അവൾക്ക് വരട്ടെ. അതില്ലാതെ പോയതുകൊണ്ടാണ് അവരെല്ലാവരും ഇവളുടെ മേലെ കുതിര കയറുന്നത്. എന്നാൽ ഓക്കെ മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. എടാ മോനെ, രാധികയോട് എൻ്റെ അന്വേഷണം പറഞ്ഞേര്. അധികം വൈകാതെ ഇനി മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അവൾ നോക്കേണ്ടി വരുമെന്ന്. അത് കേട്ടിട്ട് വരുൺ കുസൃതിയോടെ പറയൂ, അതെങ്ങനെയാ മുത്തശ്ശിയുടെ കാര്യം നോക്കുന്നത്? ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നെ നോക്കാനല്ലയോ? അയ്യടാ, എൻ്റെ കൊച്ചുമോൻ അപ്പോഴേക്കും തുടങ്ങിയല്ല സ്വാർത്ഥത. അങ്ങനെ എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് കവളിൽ പിടിച്ച് നുള്ളുന്നുണ്ട് ജയഭാരതി അമ്മ. എൻ്റെ പൊന്നു മുത്തശ്ശി, എൻ്റെ മുത്തശ്ശിയെ നോക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലേ? ഇതുപോലൊരു മുതലിനെ ഇനി ആർക്കെങ്കിലും കിട്ടുമോ? ഇതുപോലെ ഇത്രയൊക്കെ മോഡേണായിട്ട് ചിന്തിക്കാൻ എൻ്റെ മുത്തശ്ശിക്കല്ലാതെ പിന്നെ ആർക്കാ കഴിയുന്നത്? എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ ജയഭാരതി എന്ന് ചിരിച്ചോണ്ട് വരുൺ പറയുവാണ്. വരുൺ ജയഭാരതി എന്ന് വിളിച്ചത് കേട്ടിട്ട് മുത്തശ്ശി ചിരിച്ചോണ്ട് എടാ എന്ന് വിളിക്കുമ്പോൾ വരുൺ ചിരിച്ചോണ്ട് അവിടുന്ന് പോവുകയാണ്. ഈ സമയം സുകുമാരിയമ്മ പൂജാ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദൈവമേ, എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ പ്രിയങ്ക മോളെ ഇല്ലാതാക്കി, എന്നിട്ട് അവളുടെ സ്ഥാനത്ത് ഒരു അനാഥ പെണ്ണിനെ വാഴിക്കാൻ നോക്കുക. വരുണും രാധികയും തമ്മിലുള്ള വിവാഹം ഒരു കാരണവശാലും നടത്തല്ലേ ഭഗവാനെ. ദേവനും യശോദയും ആ കണിമംഗലത്ത് നിൽക്കുമ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലും അവിടെ സംഭവിക്കണേ. എൻ്റെ ഭഗവാനെ കാത്തോണേ. അങ്ങനെ ദുഷിച്ച മനസ്സുമായി സുകുമാരിയമ്മ അവിടെ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുവാണ്. വളരെ ടെൻഷനോടുകൂടി രാധിക പുറത്തിങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്. അച്ഛനും അമ്മയും അവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും സമ്മതിക്കുമായിരിക്കുമോ? കൽപ്പനയേച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാക്കും. അമ്മയുടെ കാര്യമാണ് സംശയം. ഈ സമയം വരുൺ കാറിൽ ആറ്റുവാശ്ശേരിയിലോട്ട് വരുവാണ്. വരുൺ കാറിൽ നിന്നിറങ്ങി രാധികയെ അവിടെയൊക്കെ നോക്കുവാണ്. വരുൺ അകത്തോട്ട് കയറി വന്ന് രാധികയെ അവിടെ എല്ലാം അന്വേഷിക്കുവാണ്. രാധിക ഇത് എവിടെ പോയതായിരിക്കും എന്ന് സംശയത്തോടുകൂടി വരുൺ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ പൂജാ റൂമിൽ സുകുമാരിയമ്മ ഇരിക്കുന്നതാണ് വരുൺ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സുകുമാരിയമ്മ പൂജാ റൂമിലിരുന്ന് ഭഗവാനോടുള്ള ദുഷ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ ഭഗവാൻ ഒരിക്കലും അതൊന്നും കേൾക്കാൻ പോകില്ല. സത്യത്തിൻ്റെ കൂടെ മാത്രമേ ഭഗവാൻ നിൽക്കത്തുള്ളൂ. രാധികയും വരുണിനെയും എത്രയും പെട്ടെന്ന് ഭഗവാൻ ചേർത്ത് വെക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.